മീഷോന്ന് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങിച്ചു, എക്സ്പെഷ്യലി യാൺ. എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പിൻട്രസ്റ്റിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറേ ക്യൂട്ട് ഐറ്റംസ് കണ്ടു. അതാണ് എനിക്ക് നൊസ്റ്റാൾജിക് എഫക്റ്റ് കൊണ്ടുവന്നു. കാരണം എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ക്രാഫ്റ്റ് ഐറ്റംസ് വെച്ചിട്ടായിരുന്നു. പിന്നെയാണ് ഞാൻ അത് നിർത്തിയിട്ട് ഡെയിലി വ്ളോഗ്സ് ആക്കിയത്. ആൻഡ് ഈ യാൺസ് ഞാൻ വാങ്ങിച്ചത് വെറും 200 ബിലോ ആണ് കേട്ടോ. ബിലോ 200 ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെറ്റിൽ 10 യാൺസ് ആണുള്ളത്. രണ്ടും 200 ബിലോ ആണ്. രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. ആൻഡ് ഇതൊരു ക്രോഷറ്റ് സെറ്റാണ്. അതായത് ഞാൻ ഈ ക്രോഷറ്റ് പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹം വന്നത് തേജ തങ്കുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ്. അന്നോടെയും ഞാൻ കാട്ടിലിട്ട് വെച്ചേക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴാണ് അത് വാങ്ങിക്കാനായിട്ടുള്ളൊരു ടൈം കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആയിട്ട് ഒരു ക്രോഷറ്റ് ടൂളുണ്ട്, 4.0 mm വരുന്ന. പിന്നെ നീഡിലുണ്ട്, അതേപോലെ തന്നെ പിൻസ് ഉണ്ട്. ഞാനൊരു ബിഗ്നറാണ്, അങ്ങനെ എനിക്കറിയില്ല. ഞാൻ ഇതിന് മുമ്പേ യൂട്യൂബിൽ നോക്കിയിട്ട് എൻ്റെ പഴയ യാണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ യാണിൽ വലിയ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് പൊട്ടി പോവുമായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല വാങ്ങിക്കാൻ. പക്ഷേ എന്നാലും എനിക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ വാങ്ങിച്ചു. ആൻഡ് പിന്നെ ഇതിൽ സിസേഴ്സും ഉണ്ട് കേട്ടോ. ഈ സിസേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് എനിക്ക് ഇതിൻ്റെ മെക്കാനിസം മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ മെക്കാനിസം മനസ്സിലായത്. ഇതിൽ 5 യാൺസ് വരുന്നുണ്ട്. പിങ്ക്, ഗ്രീൻ, യെല്ലോ, വൈറ്റ്, റെഡ്. ഇത് കുറച്ചുകൂടിയും ക്വാളിറ്റി ഉള്ള യാണാണ് മറ്റേതിനേക്കാളും. എനിക്ക് ഇനി അങ്ങോട്ട് ഇതെല്ലാം നല്ലോണം പഠിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാം ഇതിനെ പറ്റിയിട്ട്. അതേപോലെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ക്രോഷറ്റ് ഡിസൈൻസ് ഒക്കെ ഇല്ലേ, ഫ്ലവർ ബൊക്കെ, ബോ, ക്യൂട്ട് തിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ഇടാം. ഉറപ്പായിട്ടും ഇടും, ഇടാണ്ടിരിക്കില്ല. പിന്നെ എനിക്കിപ്പോൾ 12th ആണല്ലോ, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.